ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഷോൾഡർ ബാഗ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ള ബാഗ് ഒരു A4 ഷീറ്റിൻ്റെ വലുപ്പത്തിലൊക്കെ വരുന്ന, അതായത് നമുക്ക് ഫയലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലുപ്പത്തിൽ വരുന്ന ബാഗുകളുടെ കളക്ഷനാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബാഗുകളുടെ കളക്ഷന് കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാഗുകൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ഈ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ബാഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ബോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് വരുന്ന, എന്നാൽ അത്യാവശ്യം കാണാൻ ഒരു ലുക്കൊക്കെ തരുന്ന ഒരു ബാഗാണിത്. ഇതൊരു A4 ഷീറ്റിൻ്റെ വലുപ്പത്തിൽ വരുന്ന ഒരു ബാഗാണ്. ഇത് നമുക്ക് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ന്യൂ മോംസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയ നല്ല കിഡിലൻ ബാഗാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതൊരു ഹോസ്പിറ്റൽ യൂസിനൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു ബാഗാണ്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് ഇതിൽ ബാഗിൽ ഫയലൊക്കെ വെച്ച് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഫയൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ഫയലാണിത്. അത് ബാഗിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബാഗിൽ നമുക്ക് ഫയലൊക്കെ നല്ല രീതിയിൽ വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബാഗ് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും, അതായത് ഷോൾഡർ പെയിൻ ഉള്ളവർക്കും, പ്രായമില്ലാത്ത ആൾക്കാർക്കും ഇപ്പോൾ ഷോൾഡർ പെയിൻ ധാരാളം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാം. അതായത് ഈ ബാഗിൻ്റെതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു വെയിറ്റ് ഇതിനുണ്ടാവില്ല. നമ്മൾ ഇതിൽ വെക്കുന്ന ഐറ്റത്തിൻ്റെ വെയിറ്റ് മാത്രമേ നമുക്ക് ക്യാരി ചെയ്യേണ്ട കാര്യമുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ഫയൽ അതിൽ സുഖമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 1 ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയൊക്കെ വെക്കാം. പിന്നെ അതുപോലെ 3 ഫോൾഡിൻ്റെ കൂടെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. പിന്നെ ഇതിൻ്റെ പിറകുവശത്ത് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 699 രൂപയാണ്. പിന്നെ രണ്ടാമത്തെ കളർ വരുന്നത് ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് രണ്ടാമത്തെ കളർ വരുന്നത്. പിന്നെ മൂന്നാമത്തേത് വരുന്നത് ടാൻ ബ്രൗൺ ഷെയ്ഡിലാണ്. എല്ലാത്തിൻ്റെതും റേറ്റ് വരുന്നത് 699 699 രൂപ, ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഈ ഒരു ബാഗിൻ്റെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് റേറ്റ് കുറഞ്ഞ ടൈപ്പിലുള്ള ഒരു ബാഗ് കുറേ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയലിൽ വരുന്ന ബാഗാണ്. മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് നല്ല റേറ്റ് കുറവിൽ വരുന്ന സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇത് അതുപോലെയുള്ളതല്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബാഗാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയൽ ആണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഷോൾഡർ ടൈപ്പ് ബാഗ് തന്നെയാണ്. ഇത് നേരത്തെ കാണിച്ചതിലും കുറച്ച് വലിപ്പം കുറവിൽ വരുന്ന ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ഷോൾഡർ ടൈപ്പ് ബാഗ് തന്നെയാണ്. ഇതും നമുക്ക് ന്യൂ മോംസിനും ഓഫീസ് യൂസിനും ടീച്ചേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. ഈ ബാഗിന് 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പുറമെ വശം ഇങ്ങനെ ഫ്രില്ലോട് കൂടിയിട്ടും ഒരു ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് വരുന്നത്. ഇത് പിന്നെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓരോ ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിൻ്റെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മൊബൈൽ ഫോണ് അതുപോലെ കുട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും വരുന്നുണ്ട്. നല്ല ഒരു ഗ്രീൻ കളറിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 799 രൂപയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മെറൂൺ ഷെയ്ഡിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ A4 ഷീറ്റിൻ്റെ വലുപ്പത്തിൽ വരുന്ന ഒരു ബാഗ് കാണാം. A4 ഷീറ്റിനകത്ത് ഇത്തിരിയും കൂടി വലുപ്പമുണ്ട് ഈ ബാഗിന്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ 3 സിബുകൾ കൊടുത്തിട്ടുണ്ട്. 1 by 1 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പോക്കറ്റ്, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പോക്കറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് ടീച്ചേഴ്സിനും ഓഫീസ് യൂസിനും അല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷോൾഡർ ടൈപ്പ് ബാഗാണിത്. ഇതുപോലെ നീളത്തിലുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് നീളത്തിലുള്ള ബാഗുകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബാഗാണിത്. 2 കമ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട്. ഇതിലും നമുക്ക് 3 ഫോൾഡിൻ്റെ കൂട അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയും ഒക്കെ നമുക്ക് വെച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും വരുന്നുണ്ട്. ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ്, 799 രൂപ, ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഞാൻ ഇന്നലെ ഒരു ബാഗിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. സ്ലിംഗ് ബാഗ്സിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടത് കേട്ടോ.
ഇനി നമുക്ക് അടുത്തൊരു ബാഗിൻ്റെ മോഡൽ കാണാം. ഈ ഒരു ബാഗ് ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ ആയിട്ട് വരുന്ന നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു ഫ്രോക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ബാഗാണ് അല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു ഫ്രോക്കിൻ്റെ ഒക്കെ ഒരു മോഡൽ പോലെ തോന്നുന്നുണ്ടോ? അല്ല എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്. നല്ല കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഡിസൈന് പോലെ ഇരിക്കുന്ന ഒരു ബാഗല്ല, നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ബാഗ് കാണാൻ വേണ്ടിയിട്ട്. ഇതും ഷോൾഡർ ടൈപ്പ് വരുന്ന ഒരു ബാഗാണ്, 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന ഒരു ബാഗാണ്. നല്ലൊരു മീഡിയം സൈസിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഒത്തിരി വലുപ്പമുള്ള ഒരു ബാഗല്ല, ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ബാഗ് തന്നെയാണ്. ഇതിന് 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട്, ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പോക്കറ്റ്. പിന്നെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ്, 799 രൂപ, ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗുകളിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏത് ബാഗാണ് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഹൈപ്പും കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ബാഗിൻ്റെ മോഡൽ കാണാം. ഇതും ഷോൾഡർ ടൈപ്പ് ബാഗ് തന്നെയാണ്, 2 കളർ കോമ്പിനേഷനിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ചെറിയൊരു പോക്കറ്റ് പോലെ അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വീതിയിൽ വരുന്ന ഒരു ബാഗാണിത്. നമുക്ക് ക്യാഷൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണിത്. നമുക്ക് ന്യൂ മോംസിനായാലും ഒക്കെ ഓഫീസ് വർക്കിനൊക്കെ പോകുന്നവർക്ക് നല്ലൊരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണിത് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള 2 കമ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട്, പിന്നെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതും ഒത്തിരി വലുപ്പമുള്ള ബാഗല്ല, എന്നാലും നന്നേ കുഞ്ഞനായിട്ടുള്ള ഒരു ബാഗും അല്ല കേട്ടോ. ഇതിൽ നമുക്ക് 3 ഫോൾഡിൻ്റെ കൂടെയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗാണിത്. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ഈ ഒരെണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ്, 799 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ 4 കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. രണ്ടാമത്തത് വരുന്നത് ഈ ഒരു ബ്രൗണും പിന്നെ അതുപോലെ തന്നെ ഒരു ആഷ് കളറും കൂടി മിക്സിംഗ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് രണ്ടാമത്തെ വരുന്നത്. എല്ലാത്തിൻ്റെതും റേറ്റ് വരുന്നത് 799 രൂപയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയൽ തന്നെയാണ് ഈ ബാഗിനും വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് വരുന്നത് ഗ്രീനും ബ്ലാക്കും ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. പിന്നെ നാലാമത്തേത് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം സെയിം ആയിട്ടുള്ള ബാഗാണ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ ബാഗും വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് കളർ മാത്രം. നാലാമത്തെ കളർ വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിലേത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ബാഗും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാനുണ്ട്, അതും കൂടി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബാഗ്. ഇത് നമ്മുടെ ഒരു ഷോൾഡർ ടൈപ്പ് ബാഗ് തന്നെയാണ് വരുന്നത്. നല്ലൊരു ലൈറ്റർ ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഷോൾഡർ ടൈപ്പ് ബാഗ് തന്നെയാണ്, നല്ല സ്റ്റഡിയായി നിൽക്കുന്ന, അതായത് ഒരുപാട് വെയിറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡിൽ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. 3 കമ്പാർട്ട്മെൻറ്റുകളാണ് ഈ ബാഗിന് വന്നിട്ടുള്ളത്. ഒത്തിരി ഐറ്റംസൊക്കെ നമുക്ക് ഈ ബാഗിൽ വെച്ച് ക്യാരി ചെയ്യാൻ പറ്റും. നല്ല ലെങ്ത്തിലാണ് ഈ പോക്കറ്റൊക്കെ വന്നിട്ടുള്ളത്, അതായത് കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും കൂടി വന്നിട്ടുണ്ട്. പിന്നെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാഗുകളുടെ കളക്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക. ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് TTDC കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.